സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അതെന്നെടുത്തരോ? എനിക്കിതിഷ്ടായി. ഇത് മതി. ഇത് പാക്ക് ചെയ്തോളൂ. അയ്യോ സർ, ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം? എന്ത് പ്രശ്നം? ഇത് വേറൊരു കസ്റ്റമർ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചതാ. ഇതിന്റെ വേറെ പീസ് ഉണ്ടാവില്ലേ? ഇല്ല സർ, ഇത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. സാരല്ല സർ, നമുക്ക് പോവാം. നിക്ക്, എനിക്കിത് വേണം. നിങ്ങൾ അയാളോടൊന്ന് സംസാരിച്ചു നോക്ക്. ഞാനൊന്ന് ചോദിച്ചു നോക്കാം സർ. ഹലോ, ഞാനവിടെ ഇല്ല, ഞാൻ പുറത്താ. സർ, ഞാൻ വിളിക്കാവേ. ഹാഫ് സാരി ബില്ലാക്കിയോ? ഇല്ല സർ. എന്നാ ബില്ലാക്കിക്കോ, എനിക്ക് വേറൊന്നും എടുക്കാനില്ല. വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് സാർ എടുത്ത ഹാഫ് സാരിയാ ഇഷ്ടപ്പെട്ടത്. അത് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ആ സാറ് ചോദിക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. അല്ല, ഞാനത് അവരോട് പറഞ്ഞു. പക്ഷേ അത് തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമാണെങ്കിൽ കൊടുത്തോ. ശരി സർ, ഓക്കെ. നിനക്ക് ഹാഫ് സാരി ഒരുപാട് ഇഷ്ടായി അല്ലേ? തൊടുമ്പോ തന്നെ എന്തൊരു സുഖ. പക്ഷേ ആ സാറ് സമ്മതിച്ചാലല്ലേ എനിക്കിത് കിട്ടൂ. അയാൾ സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. അതെന്താ? അത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ അയാൾ ഇത് എടുത്തു വെച്ചെന്നല്ലേ സെയിൽസ് ഗേൾ പറഞ്ഞത്. മനസ്സുകൊണ്ട് അയാൾ ഒരു കാമുകനാ. അതുകൊണ്ട് നിനക്കിത് തന്നെ വാങ്ങിത്തരാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് മനസ്സിലാവും. എന്നുവെച്ചാ സാറ് പറഞ്ഞത് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. നിനക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടോ? മനസ്സിലായില്ലെന്ന് അഭിനയിക്കുന്നതോ? സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല സർ. സാറിന് വ്യക്തമായിട്ട് പറയോ? ഇതിലും വ്യക്തമായിട്ട് പറയും, പക്ഷേ സമയമായിട്ടില്ല പാർവതി. സർ, എന്താ പറയാത്തത്? പറയൂ സർ. അത് ഞാൻ കമ്പനിയിലേക്ക് വരുമ്പോ എന്റെ കാറിന്റെ ഗ്ലാസിന്റെ മുമ്പിലൊരു തുമ്പി, വേറൊരു തുമ്പി ആ തുമ്പിയെ വട്ടോട്ട് പറക്കുന്നു. എന്തിനായിരിക്കും? എനിക്കറിയില്ല. സാറ് തന്നെ പറ, എന്തിനായിരിക്കും? എങ്ങനെ പറഞ്ഞാലും ഇവൾക്കൊന്നും മനസ്സിലാവുന്നേ. ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ കാട്ടിലും മലയിലൊക്കെ പോവാറുണ്ടെന്ന് പാർവതിയോട് പറഞ്ഞിട്ടില്ലേ? പോകുമ്പോ എപ്പോഴും കാണാറുള്ള ഒരു കാഴ്ച, ഒരു കിളി ഒറ്റയ്ക്കിരുന്ന് പാടുന്നുണ്ടാവും. ആ പാട്ട് കേട്ട് വേറൊരു കിളി എവിടെ നിന്നോ പാടും. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ 2 കിളികൾ ഒരുമിച്ചിരുന്ന് പാടുന്നുണ്ടാവും. അതെന്തുണ്ടായിരിക്കും? എനിക്കറിയില്ല സർ, ഞാൻ ഇതുവരെ കാട്ടി പോയിട്ടില്ല. എന്റെ നാട്ടില് മലയും ഇല്ല. സാറ് തന്നെ പറ. ഇങ്ങനെ പറഞ്ഞാലൊന്നും ഇവൾക്ക് മനസ്സിലാവില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഇണക്കിളി നീയാണെന്ന് വ്യക്തമായി പറയണം, എന്നാലേ ഇവൾക്ക് മനസ്സിലാവൂ. ഡാഡി തന്ന ടാർജറ്റ് അച്ചീവ് ചെയ്യാതെ എനിക്കത് ഇവളോട് പറയാനും കഴിയില്ല. മാഡത്തിനും ഭാഗ്യമുണ്ട്, ആ സാറ് സമ്മതിച്ചു. അയാൾ സമ്മതിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. എവിടെ അയാള്? എനിക്ക് അയാളോട് ഒരു താങ്ക്സ് പറയണം. ആ സാർ അപ്പൊ തന്നെ പോയല്ലോ. പോയോ? ശരി, ബില്ല് ചെയ്തോളൂ. ശരി സർ. ഞാൻ സമ്മതിച്ചുകൊണ്ട് പാറുവിന്റെ മുഖത്തും സന്തോഷം, കൈലാഷ് സാറിന്റെ മുഖത്തും സന്തോഷം. അത് കാണുമ്പോ എനിക്കും സന്തോഷം.